യുദ്ധകാന്ത ചാപ്റ്റർ 2 എന്ന് പറയുന്ന ഒരു കന്നഡ മൂവിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഇതിൽ അഭിനയിക്കുന്നത് അജയ് റാവു, ടി.എസ്. നാഗവർണ, പ്രകാശ് ബെൽവാടി, പിന്നെ പറയുകയാണെങ്കിൽ അർച്ചന ജോയ്സ് എന്നിവരൊക്കെയാണ്. സോ അജയ് റാവു കൂടുതൽ ആളുകൾക്കും അറിയാത്ത ഒരു ആക്ടർ ആയിരിക്കും. മേ ബി കന്നഡ സിനിമ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. സോ അല്ലാത്തവർക്കൊരു പുതിയ ന്യൂ ഫേസിന്റെ രീതിയിലുള്ള ഒരു ഇംപ്രഷൻ ആയിരിക്കും അദ്ദേഹത്തെ കുറിച്ച്. സോ ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയുടെ കോ റൈറ്ററും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുമായി വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ അർച്ചന ജോയ്സ് ഒരു മെയിൻ ക്യാരക്ടറിൽ വരുന്നുണ്ട്. KGF ചാപ്റ്റർ 1, 2 എന്നിവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. ആ ഒരു യഷിന്റെ അമ്മയായിട്ട് വരുന്ന ഒരു കഥാപാത്രം. ഇത് അർച്ചന ജോയ്സ് ആണ് ഇതിലൊരു മെയിൻ ക്യാരക്ടറായി വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ഫോക്കസിൽ പോകുന്ന ഒരു മൂവിയാണ്. ഈ ഒരു കോർട്ട് റൂം ഡ്രാമ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കാഷ്യർ ആയിട്ട് വർക്ക് ചെയ്ത് അതിന്റെ കൂടെ തന്നെ ആ ഒരു ലോയും പഠിച്ച ഒരു വക്കീലിന്റെ കഥയാണ്. ആ ഒരു വക്കീലായി കഴിയുമ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു വലിയ കേസിൽ വന്നെത്തിപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ടേണിംഗ് പോയിന്റ് തന്നെ ആയി മാറുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ മറുഭാഗത്തുള്ളത് വളരെ പ്രഗത്ഭനായ ഒരു വക്കീലാണ്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സഹിച്ച് എങ്ങനെയാണ് ഈ ഒരു ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭരത് എന്ന് പറയുന്ന ആ ഒരു വക്കീലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അർച്ചന ജോയ്സ് ചെയ്യുന്ന ആ ഒരു അമ്മയുടെ കഥാപാത്രത്തിൽ നിന്നാണ്. സോ ആ ഒരു കഥാപാത്രം ഫ്രസ്ട്രേറ്റ്, അതായത് മെന്റൽ ഫ്രസ്ട്രേഷൻ കാരണം ഈ ഒരു ജസ്റ്റിസ് ഡിലേ ആയി ഈ കേസ് പോസ്റ്റ്പോൺ ചെയ്ത് ജസ്റ്റിസ് കിട്ടുന്നില്ല എന്നുള്ള സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഒരു വല്ലാത്ത സിറ്റുവേഷനിലോട്ട് എത്തിപ്പെടുന്നു. സോ അങ്ങനെ ആ ഒരു അക്യൂസ്ഡിനെ, അതായത് ഈ ഒരു മെയിൻ പ്രതിയായിട്ടുള്ള ജാക്കി എന്ന് പറയുന്ന ആ ഒരു പ്രതിയെ ആ ഒരു കോടതി വരാന്തയിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുന്നു. സോ അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഡെവലപ്പ് ആവുന്നത്. സോ അങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു കഥയിൽ ആ കേസ് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ അപവാദമൊക്കെ വരുന്നത്, എങ്ങനെയാണ് ഈ ഒരു കോർട്ട് റൂം ഡ്രാമ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്നുള്ള എങ്ങനെ മൂവിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി. സോ ഈ മൂവിയുടെ പ്രധാന പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ അജയ് റാവുവിന്റെ പെർഫോമൻസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയത്. എന്നിരുന്നാൽ പോലും അതിനെ ഓവർപവർ ചെയ്ത രീതിയിലുള്ള പെർഫോമൻസസും ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട്. അതായത് അർച്ചന ജോയ്സ് ചെയ്ത ഒരു ക്യാരക്ടറുടെ പെർഫോമൻസ്, ആ ഒരു സ്ട്രെസ്സും ആ ഒരു മെന്റൽ പ്രോബ്ലംസും ഒക്കെ കാണിച്ച ആ ഒരു സീക്വൻസസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പോസിറ്റീവ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു TS നാഗവർണ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഡയറക്ടർ പ്ലസ് ആക്ടറാണ്. ഒരു ജഡ്ജിയുടെ റോളാണ് ഈ ഒരു മൂവിയിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണെങ്കിലും പിന്നെ വരുന്ന മറുഭാഗത്ത് വരുന്ന വളരെ പ്രഗത്ഭനായ വക്കീലിന്റെ ഒരു റോൾ ചെയ്യുന്ന റോബർട്ട് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്ത് പ്രകാശ് ബെൽവാടി എന്ന് പറയുന്ന ആക്ടറിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. സോ ഒരു പെർഫോമൻസസ് എല്ലാം ഈ ഒരു സിനിമയുടെ പ്ലസ് പോയിന്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മേക്കിംഗ്, പവൻ ഭട്ടിന്റെ മേക്കിംഗ് എടുത്തു പറയേണ്ടതാണ്. ഈ കോർട്ട് റൂം ഡ്രാമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫുൾ ആ 2 മണിക്കൂർ 24 മിനിറ്റ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൂവിയുടെ വേറൊരു പ്രത്യേകത. പിന്നെ ഒരു സ്റ്റോറിയിൽ പറയുന്ന റെലവെന്റ് ആയിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജസും ഒക്കെ സിനിമ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു മൂവിയുടെ പ്രത്യേകതയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ക്ലൈമാക്സിൽ വരുന്ന കുറച്ച് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. സിനിമ കൂടുതലും ഇമോഷണൽ ട്രാക്കിൽ പോകുന്നുണ്ട്. ആ ഒരു എവിഡൻസ് സംഭവങ്ങളൊക്കെ കൂടുതലും അതിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതലും ആ ഒരു ഇമോഷണൽ ട്രാക്കിൽ കൂടെയാണ് സിനിമ പോകുന്നത്. അത് കുറച്ചും കൂടി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ പോലെ ആവുന്നുണ്ട്. അതെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്ത ഒരു മൂവിയാണ്. താല്പര്യമുള്ളവർക്ക്, ഒരു കോർട്ട് റൂം ഡ്രാമ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.